പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നമുക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വായി തോന്നിയതൊക്കെ പറയുന്ന ട്രംപ് ആണെങ്കിൽ പോലും അകത്ത് അപകടം പിടിച്ച ഒരു 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 സൈലന്റ് കില്ലറായിട്ട് നമ്മുടെ അയൽപക്കത്ത് ചൈന ഉണ്ട്. ചൈനയുടെ നീക്കങ്ങൾ അങ്ങേയറ്റം സംശയാസ്പദമാണ്. വലിയ കരുതലോടെയാണ്. ചൈന അമേരിക്ക നമ്മുടെ ശത്രു പട്ടികയിലുള്ള ഒരു രാജ്യമല്ല. ചൈന നമ്മുടെ ശത്രു പട്ടികയിൽ എന്നോ ഇടം പിടിച്ച രാജ്യമാണ്. 62-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു കൊടിയ യുദ്ധം ഉണ്ടായതാണ്. അന്ന് ഒത്തുതീർപ്പിന് തയ്യാറായ ചൈന അന്നത്തെ ചൈന ആയതുകൊണ്ടാണ്. അന്നത്തെ ചൈന അല്ല ഇന്നത്തെ ചൈന. ഓഫ് കോഴ്സ് ഇന്നത്തെ ഇന്ത്യയും മാറിയിട്ടുണ്ട്. ഇന്ത്യയും പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും രണ്ട് വലിയ വമ്പൻ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായാൽ ഒരു കൊടിയ യുദ്ധത്തിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് ഇന്ത്യക്കാർക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ചൈനയെ കരുതിയിരിക്കണം എന്ന ഒരു അജണ്ടയിലേക്കാണ്. അതിന് അനുഗുണമായ കുറേ സംഭവവികാസങ്ങൾ അടുത്ത കാലത്തുണ്ടായി. ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആസ്ഥാനം ആക്രമിച്ചിട്ട് പിടിച്ചെടുത്ത ആയുധങ്ങൾ മുഴുവനും ചൈനയുടെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചൈനയും ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള തർക്കപ്രദേശങ്ങളുണ്ട്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള തർക്കങ്ങൾ മാത്രമല്ല, 3 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കപ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ചൈന കളിക്കുന്ന ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം, ഇപ്പോൾ കൈലാസത്തിലേക്കും മാനസ സരോവറിലേക്കൊക്കെ ഉള്ള വഴി നേപ്പാളിലൂടെയും ചൈനയിലൂടെയാണ്. അതിൽ ചൈന കളിക്കുന്ന കളികളുണ്ട്. മൂന്നാമത്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനെ തന്നെ കൈയടക്കാനുള്ള നീക്കം ചൈന വളരെ കാലമായിട്ട് നടത്തുന്നുണ്ട്. ബെൽ ബട്ടണും അമർത്തുക.